സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരമായി അഷ്വേർഡ് പെൻഷൻ നൽകും. അതിനായുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ക്ഷാമബത്തയും മറ്റ് ആനുകൂല്യങ്ങളും നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും ഇക്കാര്യത്തിൽ സർക്കാരിന് നിഷേധാത്മക സമീപനമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പെൻഷന്റെ കാര്യത്തിനകത്ത് നമ്മൾ പറഞ്ഞു ഞങ്ങൾ അഷ്വേർഡ് പെൻഷൻ കൊടുക്കും. അഷ്വേർഡ് പെൻഷന്റെ കാര്യം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ പറയാം. അഷ്വേർഡ് പെൻഷൻ കൊടുക്കും ഞങ്ങൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞതാണ്. അഷ്വേർഡ് പെൻഷൻ കൊടുക്കും. ഇത്രയേറെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും നമ്മൾ കൃത്യമായി പിടിച്ചു നിന്ന് വരുമാനമൊക്കെ വർദ്ധിപ്പിച്ച് കൃത്യമായി നടത്തി പോവുകയാണ്. അതിനകത്ത് ആകെ ഒരു കാര്യമുള്ളൂ, അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല. ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. സാധാരണ ക്ഷേമ പദ്ധതി ജനങ്ങൾക്ക് കിട്ടുന്ന കാര്യത്തിൽ വ്യത്യാസമില്ല. അടിസ്ഥാന സൗകര്യം വികസിക്കുന്ന കാര്യത്തിൽ ഒരു പുറകോട്ട് പോകുന്നില്ല. അതൊന്നും ഇല്ലാതാക്കിയിട്ടല്ല ഗവൺമെന്റ് പോകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീജിത്ത്. ധനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? അഷ്വേർഡ് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ എന്ത് വ്യക്തതയാണ് വരുത്തുന്നത്? ദില്ല 2016 LDFിന്റെ പ്രകടന പത്രികയിലെ മുഖ്യ വാഗ്ദാനമായിരുന്നു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നത്. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്നായിരുന്നു അന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ മറ്റൊരു നിലപാടാണ് പ്രഖ്യാപിച്ചത്. അതായത് പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ, ഉറപ്പായ പെൻഷൻ നൽകുമെന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിയത്. ഇപ്പോൾ സമാനമായ രീതിയിൽ തമിഴ്നാടും അഷ്വേർഡ് പെൻഷൻ സ്കീമിലേക്ക് വന്നിട്ടുണ്ട്. കേരളത്തിലെ അഷ്വേർഡ് പെൻഷൻ സ്കീം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് അഷ്വേർഡ് പെൻഷൻ സ്കീമിലേക്ക് മാറും. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യം വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ഇത് ഒരു മോഡൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പ്രപ്പോസലുകൾ വിവിധ സമിതികൾ പരിശോധിച്ച് വരികയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതോടൊപ്പം ധനമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ക്ഷാമബത്ത അവകാശമല്ല എന്നതൊരു സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയതാണ്. അത് ഇന്നത്തെ പത്രങ്ങളിലും മറ്റും പ്രധാന വാർത്തയായി വന്നിട്ടുണ്ട്. ക്ഷാമബത്ത ജീവനക്കാരുടെ അവകാശമല്ല എന്നാണ് സർക്കാർ സത്യവാങ്മൂലം നൽകിയത്. ഇത് വലിയ വിവാദമാകാനിടയുള്ള സാഹചര്യത്തിലാണ് ധനമന്ത്രി വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അത് സർക്കാരിൻ്റെ നയമല്ല, ലീഗൽ റൈറ്റാണ് ഈ ക്ഷാമബത്ത എന്നത്. എന്നാൽ അത് കോടതിയിൽ പോയി വാങ്ങേണ്ടതല്ല, മറിച്ച് സർക്കാർ നയപരമായ തീരുമാനമെടുക്കുമ്പോൾ ജീവനക്കാരിലേക്ക് ലഭ്യമാക്കേണ്ടതാണ് എന്ന നിലപാടാണ്. ആ നിലപാട് സാധൂകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് കോടതിയിൽ അത്തരമൊരു സത്യവാങ്മൂലം പോയത്. സത്യവാങ്മൂലത്തിൽ അവ്യക്തതയുണ്ടെങ്കിൽ അക്കാര്യത്തിൽ വ്യക്തത വരുത്തുമെന്നും ധനമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദില്ല, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.